ബോർഡർ ഗാവസ്കർ ട്രോഫിയുടെ രണ്ടാമത്തെ ടെസ്റ്റിന്റെ ഒന്നാമത്തെ ദിനം അവസാനിക്കുമ്പോൾ ഈ ദിവസം ഓസ്ട്രേലിയയുടേതാണെന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ വേണ്ടി പറ്റും. ഇന്ത്യ 150 റൺസിന് ഓൾ ഔട്ട് ആക്കിക്കൊണ്ട് ഓസ്ട്രേലിയ ഒന്നാം ദിനം കളി നിർത്തുമ്പോൾ 86-1 എന്നുള്ള രീതിയിലാണ്. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ് സ്കോർ ആയിട്ടുള്ള 150 റൺസിന് വെറും 94 റൺസ് മാത്രം അകലെയാണ് ഓസ്ട്രേലിയ 9 വിക്കറ്റ് കയ്യിലിരിക്കെ. അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ ടെസ്റ്റ് ഓസ്ട്രേലിയ തോൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആദ്യ ദിനം ടോസ് നേടിയിട്ടും ഇന്ത്യ നന്നായിട്ട് ബാറ്റ് ചെയ്തില്ല എന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. പിച്ച് കുറച്ച് ദുഷ്കരമാണെങ്കിൽ പോലും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ നല്ല രീതിയിൽ പിച്ചിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഇന്നത്തെ കളിയിൽ മൊത്തത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ടോസ് നേടിയ രോഹിത് ശർമ്മ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. അത് നല്ല തീരുമാനമായിരുന്നു. നമ്മൾ പ്രിവ്യൂലും പറഞ്ഞതാണ്, ടോസ് നേടിക്കഴിഞ്ഞാൽ ആദ്യം ബാറ്റ് ചെയ്യണം, അഡ്ലൈഡിൽ പോകെ ബാറ്റിംഗ് ദുഷ്കരമായിട്ട് വരും എന്നുള്ളത്. അതേപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിന് പകരമായിട്ട് രവീന്ദ്രൻ അശ്വിൻ കളിച്ചു. ഈ അശ്വിൻ കളിക്കണമെന്ന് ഞാൻ പ്രിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം പറഞ്ഞത് പിങ്ക് ബോൾ ടെസ്റ്റിൽ ഓവർ സ്പിൻ എറിയുന്ന ബൗളേഴ്സ് കൂടുതൽ സക്സസ്ഫുൾ ആകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അശ്വിൻ കൂടുതൽ ഓവർ സ്പിൻ എറിയുന്ന ഒരു ബോളർ ആയതുകൊണ്ട് തന്നെ അശ്വിനെ വാഷിംഗ്ടൺ സുന്ദറിനേക്കാളും പിങ്ക് ബോൾ ടെസ്റ്റ് തിളങ്ങാൻ പറ്റൂ എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അതും നല്ലൊരു മൂവായിരുന്നു. പിന്നെ രോഹിത് ശർമ്മ തിരിച്ചെത്തി, ശുഭ്മാൻ ഗിൽ തിരിച്ചെത്തി. അതിന് പകരമായിട്ട് ദേവദത്ത് പടിക്കലും ധ്രുവ് ജുറയിലും പുറത്തേക്ക് പോയി. പിച്ചിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 2 ദിവസം മുന്നേ ഞാൻ കണ്ട പിച്ചിന്ന് ഒരുപാട് പുല്ല് ചെത്തി നീക്കിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗ്രൗണ്ടിൽ ഇപ്പം ക്രിക്ക് ബസിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 6 മീറ്റർ ഗ്രാസ് ആണുള്ളത്, 6 മില്ലിമീറ്റർ ഗ്രാസ് ആണുള്ളത്. സാധാരണയായിട്ട് അഡ്ലൈഡിൽ പിങ്ക് ബോൾ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് 8 മില്ലിമീറ്റർ ഗ്രാസ് വരെ വെക്കാറുണ്ട്. പക്ഷെ എപ്പോഴും വെക്കുന്നതിന്റെ 2 മീറ്റർ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയക്ക് തീർച്ചയായിട്ടും ഒരു ഗ്രീനിഷ് ട്രാക്കിൽ കളിക്കാൻ അത്ര താല്പര്യമില്ലാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓസ്ട്രേലിയ എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ ഓസ്ട്രേലിയക്ക് വിക്കറ്റ് കിട്ടി. ഒരു ഇൻസ്വിംഗറിൽ ജയ്സ്വാൾ പുറത്തായി, അതും ഗോൾഡൻ ഡക്കിന് പുറത്തായി. ഒരു ഇൻസ്വിംഗർ വന്നപ്പോൾ ഒരു ലെഗ് സൈഡിലേക്ക് ഒരു ഡ്രൈവ് കളിക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ജയ്സ്വാളിനോട് ആ ബോൾ കംപ്ലീറ്റ്ലി മിസ്സായിപ്പോയി. അതുകൊണ്ട് LBW പ്ലം ഇൻ ഫ്രണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ശുഭ്മാൻ ഗില്ല് വന്നു. ഗില്ല് നല്ല പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർക്ക് എപ്പോഴൊക്കെ ഓവർ പിച്ച് ചെയ്തു ആ ബോളൊക്കെ ബൗണ്ടറി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഗില്ലിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്കോർ ബോർഡ് നന്നായിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. രാഹുൽ ടിപ്പിക്കലായിട്ട് ഒരു പുജാര സ്റ്റൈൽ ബാറ്റിംഗ് തന്നെയാണ് കാഴ്ചവെച്ചത്. സ്റ്റാർക്കും കമ്മിൻസും രാഹുലിന് ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷെ സ്കോട്ട് ബോളന്റ് വന്നതോടുകൂടി കഥ മാറി. സ്കോട്ട് ബോളന്റ് രാഹുലിനെ പരീക്ഷിച്ചു. സ്കോട്ട് ബോളന്റ് രാഹുലിനെ വിക്കറ്റ് കീപ്പറുടെ കയ്യിൽ എത്തിക്കുന്നുണ്ട്. പക്ഷെ അത് നോ ബോൾ ആയിപ്പോയി. അതുകൊണ്ട് രാഹുൽ രക്ഷപ്പെട്ടു. അതേപോലെ തന്നെ രാഹുൽ ഒരു പന്ത്, സ്കോട്ട് ബോളന്റിന്റെ ഒരു പന്ത് സ്ലിപ്പിലേക്ക് എഡ്ജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ബോള് ഉസ്മാൻ ഖവാജയാന്ന് തോന്നുന്നു, അദ്ദേഹം വിട്ടുകളഞ്ഞു. അതുകൊണ്ട് തന്നെ രാഹുലിന് തുടക്കത്തിൽ 2 ലൈഫ് കിട്ടി. 15ാമത്തെ ഓവറിൽ ഇന്ത്യൻ സ്കോർ 50 കടന്നു. ശുഭ്മാൻ ഗില്ലും KL രാഹുലും കൂടി കംപ്ലീറ്റ് കൺട്രോളിലായിരുന്നു. നല്ല അഗ്രസീവായിട്ട് കളിക്കുന്നുണ്ട് KL രാഹുൽ. ആ ഡ്രോപ്പ് ക്യാച്ചിന് ശേഷം അവിടെ റിസ്കുകൾ എടുക്കുന്നുണ്ട്, ബൗണ്ടറികൾ നേടുന്നുണ്ട്. ഇന്ത്യയുടെ 15ാമത്തെ ഓവർ വരെയുള്ള റൺ റേറ്റ് എന്ന് പറയുന്നത് 3.46 ആയിരുന്നു. അത് ഒരു ടെസ്റ്റ് മാച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇൻക്രെഡിബിൾ ആയിട്ടുള്ള റൺ റേറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ സ്കോർ 67 നിൽക്കെ നെയ്തൻ മെക്സീനിയുടെ കൈകളിൽ KL രാഹുലിന്റെ ഇന്നിങ്സ് അവസാനിച്ചു. മിച്ചൽ സ്റ്റാർക്കിനായിരുന്നു വിക്കറ്റ്. ഒരു ഷോർട്ട് ലെങ്ത്തിൽ കുത്തി വന്ന പന്ത് എക്സ്ട്രാ ബൗൺസോടുകൂടി വന്നതോടുകൂടി KL രാഹുലിന് ആ പന്ത് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ സ്ലിപ്പിൽ അടിച്ചു കൊടുത്തു. നെയ്തൻ മെക്സീനിയുടെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ക്യാച്ച് ആയിരുന്നു അത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്തൻ മെക്സീനിയുടെ മുമ്പിലായിരുന്നു ആ പന്ത് വന്ന് ലാൻഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സ്ലിപ്പിൽ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് മുമ്പോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ നെയ്തൻ മെക്സീനിയുടെ മുമ്പിൽ കുത്തുന്ന ഒരു പന്തായിട്ട് പോലും ഒരു ഫോർവേഡ് പോയിട്ട് അദ്ദേഹം ആ ക്യാച്ച് എടുത്തു. ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ക്യാച്ച് ആയിരുന്നു അത്. ഇന്ത്യൻ സ്കോർ 77 റൺസിൽ നിൽക്കെ വിരാട് കോഹ്ലി പുറത്തായി. 7 റൺസ് എടുത്ത വിരാട് കോഹ്ലിയെ മിച്ചൽ സ്റ്റാർക്കാണ് പുറത്താക്കിയിട്ടുള്ളത്. 18ാമത്തെ ഓവറിന് ശേഷം വീണ്ടും ഒരു സ്പെല്ലിന് വന്നിട്ടുള്ള മിച്ചൽ സ്റ്റാർക്കിന് രാഹുലിന് ശേഷം വിരാട് കോഹ്ലിയും പുറത്താക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ അത് ലഞ്ചിന് പോകുന്ന ഓസ്ട്രേലിയക്ക് ആ സമയത്ത് വലിയ ഒരു ആശ്വാസം തന്നെയായിരുന്നു. രാഹുലും ജയ്സ്വാളും ക്രീസിലേക്കുന്ന സമയത്ത് കംപ്ലീറ്റ് കൺട്രോള് ഇന്ത്യയുടെ ഭാഗത്തായിരുന്നു. ഇനി വിരാട് കോഹ്ലി പുറത്തായ ഡെലിവറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ
18ാമത്തെ ഓവറിന് ശേഷം സ്പെല്ലിന് വന്നിട്ടുള്ള മിച്ചൽ സ്റ്റാർക്ക് തന്റെ ലെങ്ത്തിൽ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു ഷോട്ട് ഓഫ് ഗുഡ് ലെങ്ത്തിൽ എറിയുന്ന സമയത്ത് ആ ബോളുകൾക്ക് ഒരു എക്സ്ട്രാ ബൗൺസ് കിട്ടുന്നതായിട്ട് സ്റ്റാർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം രാഹുലിന് എറിഞ്ഞ പന്തായിക്കോട്ടെ, വിരാട് കോഹ്ലിക്ക് എറിഞ്ഞ പന്തായിക്കോട്ടെ, എല്ലാം തന്നെ ഈ ഷോട്ട് ഓഫ് ലെങ്ത്തിലാണ് എറിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു എക്സ്ട്രാ ബൗൺസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് സ്ലിപ്പിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. സ്റ്റീവൻ സ്മിത്ത് ആണ് വിരാട് കോഹ്ലിന്റെ ക്യാച്ച് എടുത്തിട്ടുള്ളത്. ഒരു നല്ല പന്ത് തന്നെ പറയേണ്ടി വരും. വിരാട് കോഹ്ലി കാര്യമായിട്ടുള്ള ടെക്നിക്കൽ മിസ്റ്റേക്ക് ഒന്നും അവിടെ കാണിച്ചിട്ടില്ല. എന്നിരുന്നു കഴിഞ്ഞാലും 60-ന് 1 എന്നുള്ള രീതിയിൽ നിന്ന് 77-ന് 3 എന്നുള്ള രീതിയിലാക്കുമ്പോൾ ലെഞ്ചിന് പിരിയുന്നതിന് മുമ്പ് ഓസ്ട്രേലിയക്ക് ആ സമയത്ത് നല്ല എഡ്ജ് ഉണ്ടായിരുന്നു. പിന്നെ വിരാട് കോഹ്ലിയുടെയും KL രാഹുലിന്റെയും ഒക്കെ വിക്കറ്റുകൾ പോയത് ഒരു ടെക്നിക്ക് പരമായിട്ട് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ പെർത്ത് ടെസ്റ്റില് ക്രീസിൽ നിന്ന് ബാക്കോട്ടേക്ക് പോയിട്ട് അതിന്റെ വിടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പിങ്ക് ബോൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് ബോള് കുത്തിയതിനു ശേഷം വരിക. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പെർത്ത് ടെസ്റ്റിൽ വിരാട് കോഹ്ലി ചെയ്തതുപോലെ തന്നെ ക്രീസിൽ നിന്ന് ബാക്കോട്ടേക്ക് പോയിട്ട് ക്രീസിന്റെ വിടുത്ത് ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്യുന്ന രീതി ഇത്തവണ പറ്റിയിട്ടില്ല വിരാട് കോഹ്ലിക്കായിക്കോട്ടെ KL രാഹുലിനായിക്കോട്ടെ. അതും ഞാൻ പ്രിവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ്, ക്രീസിന്റെ വിടുത്ത് ഉപയോഗിച്ച് ഡിഫെൻഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണമെന്നുള്ളത്. പക്ഷെ ഇത്തവണ ആ തന്ത്രം പാളിയതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയും KL രാഹുലും ഒക്കെ പെട്ടെന്ന് പുറത്തേക്ക് പോയി. ഇന്ത്യൻ സ്കോർ 81 റൺസ് നിൽക്കെ ശുഭ്മാൻ ഗിൽ പുറത്തായി. സ്കോട്ട് ബോളറിനായിരുന്നു വിക്കറ്റ്. ഒരു ഇൻസ്വിംഗ് ഡെലിവറി ആയിരുന്നു. പക്ഷെ ആ ഇൻസ്വിംഗ് ഡെലിവറി ലെഗ് സൈഡിലേക്ക് ഫ്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശുഭ്മാൻ ഗിൽ ശ്രമിച്ചെങ്കിൽ പോലും അത് കംപ്ലീറ്റ്ലി മിസ്സായി. പ്ലം ഇൻ ഫ്രണ്ട് എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റി. ശുഭ്മാൻ ഗിൽ LBWന് അപ്പീൽ കൊടുക്കാതെ പുറത്തായി. ഇനി 67-ന് 1 എന്നുള്ള രീതിയിൽ നിന്ന് ഇന്ത്യ ചെറിയ തകർച്ച അഭിമുഖീകരിക്കുന്നുണ്ട്. 81-ന് 4 എന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് പിരിയുമ്പോൾ ഇന്ത്യ 82-ന് 4 എന്നുള്ള രീതിയിലാണ്. 16ാമത്തെ ഓവറിന് ശേഷം ഓസ്ട്രേലിയൻ ബൗളേഴ്സ് തങ്ങളുടെ ലെങ്ത് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാണ് അവർക്ക് പെട്ടെന്ന് വിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. കാരണം ഫുള്ളർ ലെങ്ത്തിലേക്ക് അവർ കൂടുതലായിട്ട് എറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ 16 ഓവറിന് മുമ്പ് വരെ ഓസ്ട്രേലിയൻ ബൗളേഴ്സിന്റെ ബോളുകൾ വിക്കറ്റിനെ ഹിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ബൗളേഴ്സ് വിക്കറ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ പെട്ടെന്ന് 16ാമത്തെ ഓവറിന് ശേഷം അവർ വിക്കറ്റിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതോടുകൂടി ഇന്ത്യൻ ബാറ്റർമാർ ഓരോന്നായിട്ട് കൂടാരം കയറിയിട്ടുണ്ട്. ലഞ്ചിന് ശേഷം ബാറ്റിംഗ് ഇന്ത്യ പുനരാരംഭിച്ചു. പക്ഷെ 3 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടയിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പുറത്തായി. അപ്പോൾ രോഹിത് ശർമ്മ പുറത്താകുമ്പോൾ ഇന്ത്യയുടെ സ്കോർ 87 റൺസ് ആയിരുന്നു. പിന്നീട് ഋഷഭ് പന്തും നിതീഷ് കുമാർ റെഡ്ഡിയും കൂടി നല്ലൊരു പാർട്ട്ണർഷിപ്പ് വന്നിട്ടുണ്ട്. ഇന്ത്യൻ സ്കോർ 109 റൺസിൽ നിൽക്കെ ഋഷഭ് പന്ത് 21 റൺസ് എടുത്തിട്ട് പുറത്തായി. വിക്കറ്റ് പാറ്റ് കമിൻസിനായിരുന്നു. വിരാട് കോഹ്ലി എങ്ങനെയാണോ പുറത്തായത് അതേപോലെ തന്നെ ഒരു ഐഡിയൽ ഡിസ്മിസിലായിരുന്നു ഋഷഭ് പന്തിന്റെയും. ഒരു ഷോർട്ട് ഓഫ് ഗുഡ് ലെങ്ത്തിൽ വന്ന പന്ത് ഒരു കൂടുതൽ ബൗൺസ് ചെയ്തപ്പോൾ ബൗൺസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റാതെ ഋഷഭ് പന്ത് സ്ലിപ്പിൽ ക്യാച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സ്കോർ 109 റൺസിൽ നിൽക്കെ രവിചന്ദ്രൻ അശ്വിനും നിതീഷ് കുമാർ റെഡ്ഡിയും ക്രീസിൽ ഒത്തുചേർന്നു. അവരൊരു 32 റൺസിന്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. അതിൽ ഡോമിനേറ്റിംഗ് പാർട്ട്ണറായിട്ട് നിന്നിട്ടുള്ളത് രവീന്ദ്രൻ അശ്വിനായിരുന്നു. രവീന്ദ്രൻ അശ്വിൻ 22 റൺസ് എടുത്തിട്ടുണ്ട്. 19 ബോൾ മാത്രമേ രവിചന്ദ്രൻ അശ്വിൻ ഫേസ് ചെയ്തിട്ടുള്ളൂ. നല്ല റിസ്ക് എടുത്തിട്ടുള്ള ഒരു ഇന്നിങ്സ് ആണെങ്കിൽ പോലും ടീമിന് വേണ്ട സമയത്ത് ബൗണ്ടറി കണ്ടെത്താനും സ്കോർ ബോർഡ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും രവീന്ദ്രൻ അശ്വിനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതേപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്കിന്റെ പന്തിൽ LBWയിൽ കുടുങ്ങിയിട്ടാണ് രവീന്ദ്രൻ അശ്വിൻ പുറത്തു പോകുന്നത്. 109-ന് 6 എന്ന രീതിയിൽ ഒരു തകർച്ചയെ നേരിട്ട ഇന്ത്യയെ 140-ലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് രവീന്ദ്രൻ അശ്വിന് ആയി. സ്കോർ ബോർഡിൽ 145 റൺസിൽ നിൽക്കെ ഹർഷദ് റാനെ പുറത്താക്കിക്കൊണ്ട് 39 റൺസിന് മിച്ചൽ സ്റ്റാർക്ക് 5 വിക്കറ്റ് നേട്ടം പൂർത്തിയാക്കി. പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള റെക്കോർഡുള്ള സ്റ്റാർക്ക് തന്റെ ആ നേട്ടം ഒന്നും കൂടി ആവർത്തിച്ചു. മിച്ചൽ സ്റ്റാർക്കിന്റെ ഇന്ത്യക്കെതിരായിട്ടുള്ള ആദ്യത്തെ 5 വിക്കറ്റ് നേട്ടമാണിത്. എന്നാൽ പിങ്ക് ബോൾ ടെസ്റ്റിൽ സ്റ്റാർക്ക് നേടുന്ന 4ാമത്തെ 5 വിക്കറ്റ് നേട്ടമാണിത്. സ്റ്റാർക്ക് പെർത്തിൽ നിന്ന് അഡ്ലൈഡിലേക്ക് എത്തുമ്പോൾ തന്റെ ടെക്നിക്കലും ബോളിങ്ങിലും എന്ത് മാറ്റമാണ് വരുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർക്ക് ആ 16ാമത്തെ ഓവറിന് ശേഷം ഒരു സ്പെല്ലിന് വരുന്നുണ്ട്. ആ സ്പെല്ല് മുതൽ സ്റ്റാർക്ക് ഷോർട്ട് ഓഫ് ഗുഡ് ലെങ്ത് ബോളും അതേപോലെ തന്നെ ഫുള്ളർ ലെങ്ത് ബോളും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്തപ്പോഴാണ് സ്റ്റാർക്കിന് വിക്കറ്റ് കിട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. ഇന്നത്തെ ഇന്നിങ്സിലെ ആദ്യത്തെ പന്ത് തന്നെ സ്റ്റാർക്കിന് വിക്കറ്റ് കിട്ടിയെങ്കിൽ പോലും പിന്നീട് വന്നിട്ട് രാഹുൽ ഗിൽ സഖ്യം സ്റ്റാർക്കിന് അനായാസം നേരിട്ടു. 16ാമത്തെ ഓവറിൽ പിന്നീട് തിരിച്ചു വന്ന സ്റ്റാർക്ക്
ഈ ഷോർട്ട് ബോളും അതേപോലെ ഫുൾ ലെങ്ത് ബോളും കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചതോടുകൂടി ഇന്ത്യൻ ബാറ്റർമാർക്ക് മറുപടി ഇല്ലാതായി. അങ്ങനെ 180 റൺസിന് ഇന്ത്യയുടെ എല്ലാ ബാറ്റർമാരും പുറത്തായി. 109-6 എന്ന രീതിയിൽ നിന്ന് തകർന്നിട്ട് വാലറ്റത്ത് 4 വിക്കറ്റുകൾ കൂടിയിട്ട് ഇന്ത്യക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 71 റൺസാണ്. ഇതിൽ 42 റൺസ് എടുത്തിട്ടുള്ള നിതീഷ് കുമാർ റെഡ്ഡിയുടെ പ്രകടനം മികച്ചതാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതേപോലെ തന്നെ 22 റൺസ് എടുത്ത അശ്വിന്റെ കോൺട്രിബ്യൂഷൻ. നിതീഷ് കുമാർ റെഡ്ഡി മുഹമ്മദ് സിറാജ് കേസിലെത്തിയപ്പോഴും ബുംറ കേസിലെത്തിയപ്പോഴും ഒക്കെ അഗ്രസീവായിട്ട് കളിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 3 6ഉം 3 4ഉം അടങ്ങുന്ന ഒരു കാമിയോ ഇന്നിങ്സ് തന്നെയായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് പറയേണ്ടി വരും. മിച്ചൽ സ്റ്റാർക്ക് അതേപോലെ തന്നെ 6 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. പിങ്ക് ബോൾ ടെസ്റ്റിൽ അദ്ദേഹം മികച്ച പ്രകടനം ഒന്നും കൂടി ആവർത്തിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ 180 റൺസ് ചേസ് ചെയ്യാൻ ഇറങ്ങിയ ഓസ്ട്രേലിയക്ക് സ്കോർ 22 റൺസിൽ നിൽക്കെ ആദ്യത്തെ വിക്കറ്റ് നഷ്ടമായി. ബുംറയാണ് വിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഉസ്മാൻ ഖവാജ പുറത്തായി. ഇതിനിടയിൽ നെയ്തൻ മെക്സീനിന്റെ ഒരു ക്യാച്ച് ഋഷഭ് പന്തും രോഹിത് ശർമ്മയും കൂടി വിട്ടുകളയുന്നുണ്ട്. അത് ഇന്ത്യക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഓസ്ട്രേലിയൻ സ്കോർ 22 റൺസിൽ നിൽക്കെ അഡ്ലൈഡിൽ ടോയ്ലറ്റ് പീരീഡ് തുടങ്ങി. അതായത് ഗ്രൗണ്ടിൽ സൂര്യപ്രകാശം പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് കളി തുടങ്ങി. ആ സമയത്ത് പിച്ച് കുറച്ച് ക്യുക്കായെങ്കിൽ പോലും അത് മുതലെടുക്കാൻ വേണ്ടിയിട്ട് ബുംറയല്ലാതെ ബാക്കി ഇന്ത്യൻ ബൗളേഴ്സിന് സാധിച്ചില്ല. സിറാജ് ആയിക്കോട്ടെ അർഷദ് റാണി ആയിക്കോട്ടെ എറിഞ്ഞത് കുറച്ച് വൈഡായിട്ടാണ്. അർഷദിന്റെയും സിറാജിന്റെയും ഒട്ടുമിക്ക ബോളുകളും സ്റ്റംപിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നെയ്തൻ മെക്സീനി ആയിക്കോട്ടെ അല്ലെങ്കിൽ മാനസ് ലബുഷേൻ ആയിക്കോട്ടെ ഈസി ആയിട്ട് ലീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ബോളുകളാണ് ബുംറയും അതേപോലെ തന്നെ അർഷദ് റാണിയും എറിഞ്ഞത്. ഇന്ത്യ ആദ്യമായിട്ട് എറിഞ്ഞ 22 ഓവറുകളിൽ വെറും 18 പന്തുകൾ മാത്രമേ സ്റ്റംപിൽ അവസാനിക്കുന്നുള്ളൂ. അതായിരുന്നു ഇന്ത്യയുടെ ഒരു പ്രശ്നം. സ്റ്റംപിന് വേണ്ട വിധത്തിൽ അറ്റാക്ക് ചെയ്തില്ല ഇന്ത്യ. അതുകൊണ്ട് തന്നെ നെയ്തൻ മെക്സീനിക്കും മാനസ് ലബുഷേനും ബോളുകൾ ഈസി ആയിട്ട് ലീവ് ചെയ്യാൻ വേണ്ടി പറ്റി. ഓരോ ബോൾ ലീവ് ചെയ്യുന്നതിന് കണക്കായിട്ട് മാനസ് ലബുഷേനും നെയ്തൻ മെക്സീനിയും ക്രീസിൽ നന്നായിട്ട് തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു. അതോടുകൂടി ഇന്ത്യൻ ബോളേഴ്സിനെ നേരിടുന്നതിൽ അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാതായി തീർന്നു.